ഡി ഇനി മേലെ ഞങ്ങളുടെ കൺവട്ടത്ത് പോലും നീ വരരുത്. ഇതെന്തൊരു വിധിയാ മോളെ ഇത്. ഇങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചാലും നിന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നത്? ഈ സ്കൂളിലെ പരിപാടിയൊക്കെ ഒരു 4 മണിയാകുമ്പോൾ തീരും. കൂടി വന്നവർ 5:30 മണിക്കുള്ളിൽ തീരും. ഇല്ലെങ്കിൽ സ്കൂൾ അധികൃതർ തീർക്കും. സ്കൂൾ വിടാൻ ബെല്ലടിക്കുന്നത് നോക്കി കാത്തിരിക്കുന്ന ഇപ്പൊ കുട്ടികളല്ല, ഈ ടീച്ചർമാരും ജീവനക്കാരും ഒക്കെയാ. ആ സ്ഥിതിക്ക് എന്ത് പരിപാടി ആയാലും നേരത്തെ തീർക്കാൻ അവർ നോക്കും. ഇതിപ്പോ സമയം എത്രയായി? ഇതെന്താ പാടുതാണ് ചടങ്ങാ? എനിക്കും അതാ അച്ഛാ മനസ്സിലാവാത്തത്. പക്ഷെ എന്തോ ഗൗരവമുള്ള കാര്യമായിട്ട് അവര് മറ്റെവിടെയോ പോയിട്ടുണ്ടാകാം. ഞാൻ രോഹിത്തിനെ വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം, കാര്യങ്ങൾ പറയാന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അവര് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റെവിടെയോ കയറിയിട്ടുണ്ടാവുന്ന. ഒരു മിനിറ്റ്. അല്ല, സത്യമോൾക്ക് പാടുള്ളതല്ലേ? ഇനി ശാല്യങ്ങളും കണ്ടിട്ട് അന്നത്തെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ടാവോ? അല്ല, ഭാമയുടെ ഒന്നും പറയാനൊക്കത്തില്ല. എവിടെ വെച്ച് എപ്പോ എന്ത് പറയണമെന്നൊന്നും യാതൊരു ബോധമില്ലാത്തോളാ. രോഹിത്തിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ അച്ഛാ. അങ്ങനെ ഒരു പേടി എനിക്കും ഉണ്ടച്ചാ. ഇതാ എനിക്ക് കിട്ടിയ അവാർഡ്. എങ്ങനെയുണ്ട്? കൊള്ളാലോ, നന്നായിരിക്കുന്നു. മിടുക്കി കുട്ടിയാ. അമ്മേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പൊന്നി, മോൾക്ക് കഴിക്കാൻ വല്ല എടുത്തു കൊടുക്ക്. വാ മോളെ. എന്താ ഭമേ വൈകിയത്? സ്കൂളിലെ ചടങ്ങുകൾ ലേറ്റായിട്ടാണോ തീർന്നത്? അതിനുള്ള ഉത്തരവേ ദേ ഇവള് പറയും. ഞാനോ? ഞാനെങ്ങനെ? ഡി, നീ നിന്റെ അമ്മയും നിന്റെ കുഞ്ഞാച്ചിയും കൂടി കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾക്കേ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ എനിക്കും എന്റെ മോനും വന്നിരിക്കുന്നത്. എന്നിട്ട് അവൾക്കൊന്നും അറിയത്തില്ലെന്ന് പോലും. കാര്യം എന്താണെന്നറിയാതെ രോഹിത്തെ ഞാൻ... അവനെ നീ കൂട്ടുപിടിക്കണ്ട. നിന്നൊക്കെ ഇവിടെ നാടിച്ചിറക്കാ വേണ്ടത്. കള്ളക്കൂട്ടങ്ങള്. രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾ അമ്മയും മക്കളും മിടുക്കനാണെന്ന് എനിക്കറിയാം. സത്യമേ. പക്ഷേ ഇതൊരല്പം കൂടിപ്പോയി. നിന്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞാലല്ലേ അവർക്ക് മറുപടി തരാൻ പറ്റൂ. എനിക്കാണെങ്കിലും കാര്യങ്ങൾ അറിയണ്ടേ? വിഷ്ണു, എന്താ സംഭവിച്ചേ സ്കൂളില്? നിന്റെ അമ്മ ഇത്രയും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം എന്താണ് നടന്നത്?
സത്യയുടെ അവാർഡ് വാങ്ങിക്കാനേ സ്കൂളിൽ വന്നത് ആരാന്നറിയോ? സത്യയുടെ അച്ഛൻ അക്ഷയ്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പച്ച കള്ളമായി പറയുന്നേ. രോഹിത്, മുഖം അടിച്ച് കൊടുക്കണേ ഇവക്കൊന്ന്. നമ്മളെല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാഴ്ച ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. സത്യം പറയടി, ഡൽഹിയിൽ IAS ട്രെയിനിങ്ങിന് പോയപ്പോ ശാലിനിയുടെ കൂടെ അവനല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അക്ഷയ്. സത്യമേ അല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. IAS ട്രെയിനിങ്ങിന് പോയിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്തത്. രോഹിത്തെ, എനിക്ക് എന്റെ കുഞ്ഞേച്ചി മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. ആരൊക്കെ സംശയിച്ചാലും ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ സംശയിക്കില്ല. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഇവള് പറയില്ല അതാരാണെന്നും എന്താണെന്നും. ഇതിനു മുൻപ് നടന്ന കഥകളും ഒക്കെ ഇവൾക്കറിയാം. പക്ഷേ ശാരദാമ്മയുടെ മകളാ ഇവള്. കള്ളങ്ങൾ ഒളിപ്പിക്കാനും പറയാതിരിക്കാനും അമ്മ പഠിപ്പിച്ച 2 മക്കള്. അതുകൊണ്ട് നേരായ രീതിയിൽ ഇവളിൽ നിന്നും ഒരു സത്യവും പുറത്തു വരില്ല. എന്തൊക്കെയാ മോളെ കേൾക്കുന്നേ? ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഈ പറയുന്ന അക്ഷയ് എന്ന് പറയുന്ന ആളെ മോക്കറിയോ? ഞാൻ എങ്ങനെയാ ഈശ്വര ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റുകാരിയല്ല. വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ഒരു പാവമാ എന്റെ കുഞ്ഞേച്ചി. മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ കുഞ്ഞേച്ചി ജീവിതം നിർത്തടി. കിട്ടിയതൊന്നും പോയാ നിനക്ക്? നിന്റെ ഒരു കുഞ്ഞേച്ചി. ഇതിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. എന്റെ മോനെ വഞ്ചിച്ചോണ്ട് അവന്റെ കൂടെ ജീവിക്കാൻ കച്ചകെട്ടി നിൽക്കാല്ലേ നിന്റെ കുഞ്ഞേച്ചി. എനിക്കതൊന്ന് കാണോടി. സ്വന്തം വീട്ടിലെ ഇത്രയും വലിയ രഹസ്യങ്ങൾ നിനക്ക് അറിയില്ലെന്ന് പറയല്ലേ? ഇപ്പൊ എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. നീയും ചതിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലും കള്ളത്തരങ്ങളുണ്ട്. ഇപ്പൊ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞു വന്ന പോലെ നാളെ പപ്പിയുടെ അച്ഛനെന്ന് പറഞ്ഞ ആരെങ്കിലും വരുവോടി? സത്യമേ, രോഹിത്തെ, ഇവളെയൊന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഇനങ്ങളാ. നീ ഒന്ന് ശ്രദ്ധിച്ചോ. അവിടെ ബൈക്കിലാണ് വന്നതെങ്കിൽ ഇവിടെ ചിലപ്പോ കാറിൽ വന്ന് നിൽക്കും. സത്യമേ, അച്ഛന്റെ നോട്ടമില്ലാത്ത പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന ആ തള്ളയുടെ മക്കളല്ലേ? ഇതും ഇതിനപ്പുറം കാണിച്ചെന്നിരിക്കും. ഇതിന്റെ സത്യം അറിയാതെ നീ ഇനി എന്റെ മുന്നിൽ വന്നു പോയേക്കരുത്. സത്യമേ. കൂടി
വിഷ്ണുവേട്ട, ആരൊക്കെ സംശയിച്ചാലും വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞീച്ചയെ സംശയിക്കരുത്. എന്റെ കുഞ്ഞീച്ചി ജീവിക്കുന്നത് തന്നെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ട. മറ്റൊരാൾക്കും ആ മനസ്സിൽ കയറാൻ പറ്റില്ല. ആ മനസ്സ് ഞാൻ അറിഞ്ഞതുപോലെ മറ്റാരും അറിഞ്ഞിട്ടുമില്ല. വിഷ്ണുവേട്ട, ഞാൻ വിഷ്ണുവേട്ടന്റെ കാല് പിടിച്ച് പറയാം, എന്റെ കുഞ്ഞേച്ചിയെ വെറുക്കരുത്. വിഷ്ണുവേട്ടൻ വെറുത്താ പിന്നെ എന്റെ കുഞ്ഞേച്ചി ജീവിച്ചിരിക്കില്ല. ശരി ശരി, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. ഞാൻ നിന്റെ കുഞ്ഞേച്ചിയുടെ പ്രാണം തന്നെയാ. എന്നെ മാത്രമേ നിന്റെ കുഞ്ഞേച്ചി മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ചോദ്യം, നമ്മുടെ സത്യയുടെ അച്ഛനാരാ? ഇപ്പൊ വന്നവൻ സത്യയുടെ അച്ഛൻ അല്ലെങ്കിൽ പിന്നെ അവൻ ആരാ? പറ. ഇത്രയും നാളെ ഞങ്ങൾ ആരും കാണാത്ത അയാളും ശാലി തമ്മിലുള്ള ബന്ധം എന്താ? പറ. എന്തർത്ഥത്തിലാ ഇത്ര ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലത്ത് അയാൾ അവിടെ വന്ന് പങ്കെടുത്ത്? അത് സത്യയുടെ അച്ഛനാന്ന് പറഞ്ഞ് എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നീ പറയണം. വിഷ്ണുവേട്ട, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എനിക്ക് അറിയാൻ പറ്റാത്ത എന്തോ. ആ സത്യമാടി ഞാനിപ്പോ പറയാൻ പോകുന്നേ. ആ വന്നവനാ സത്യയുടെ യഥാർത്ഥ അച്ഛൻ. അല്ല, ഇനി ശാലിയാണോ സത്യയുടെ യഥാർത്ഥ അമ്മ? ആണോ? അല്ലെങ്കിൽ നീ അത് തെളിയിക്ക്. അതുവരെ ഇത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കൂ. നീ അവളോട് പോയി പറഞ്ഞേക്ക്. വിഷ്ണുവേട്ട, കുഞ്ഞേച്ചി, രോഹിത്, ഞാൻ പറയുന്നുണ്ട്. രോഹിത്, അച്ഛാ, എന്താ അച്ഛാ ഞാനിപ്പോ ചെയ്യാ? എനിക്കറിയില്ല മോളെ. ആരെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലോ ദൈവമേ. ഇതിലാര് പറയുന്ന ശരി? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനിട്ട് തീരിയിരിക്കുന്നേ? അങ്ങ് എടുത്തൂടെ? മനസ്സിലാവുന്നുണ്ടടി, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഒരുതരം അഭിനയ. ഈ കാണിക്കുന്നതെല്ലാം നല്ല സ്ത്രീകൾക്ക് ചേർന്നാലേ അത് മോൾക്ക് പറഞ്ഞു കൊടുത്തേക്ക്. എല്ലാം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വിഷ്ണുവേട്ടൻ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? ഇത്രയും നാളും ഞാൻ വിശ്വസിച്ചിരുന്നതും അഹങ്കരിച്ചിരുന്നതും എന്നിലുള്ള വിഷ്ണുവേട്ടന്റെ വിശ്വാസത്തെ തന്നെയായിരുന്നു. ആ വിശ്വാസം ഇന്നിവിടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് വിഷ്ണുവേട്ടൻ ആരോപിച്ചിരിക്കുന്നത്. ഓർക്കുമ്പോൾ പോലും ചങ്കം നീറുക വിഷ്ണുവേട്ടൻ. സത്യയ്ക്ക് വേണ്ടി എനിക്കൊരു വേഷം കെട്ടേണ്ടി വന്നു. അതെന്തിനാണെന്നും ഏതിനാണെന്നും ഒന്നും അന്വേഷിക്കാതെ വിഷ്ണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ കാതുകളിലല്ല പതിച്ചത്, ഹൃദയത്തിനകത്ത്. വിഷ്ണുവേട്ടനെ ദൈവത്തെ പോലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ ഹൃദയത്തിനകത്ത്. എന്തിനാ വിഷ്ണുവേട്ടൻ എന്നെ ഇങ്ങനെ കരയിക്കുന്നത്? അകന്നിരിക്കുമ്പോഴും നമ്മുടെ രണ്ടുപേരുടെ മനസ്സ് ഒന്നാണെന്ന ഞാൻ ഇതുവരെ കരുതിയിരുന്നു. അതങ്ങനെയല്ലെന്ന് ഈ ഒരൊറ്റ സംഭവത്തോടെ വിഷ്ണുവേട്ടൻ തെളിയിച്ചു. അഗ്നിപരീക്ഷ നടത്തി വ്രതശുദ്ധി തെളിയിക്കാൻ ഞാൻ ജനകപുത്രിയൊന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയാ.
എന്തിരിപ്പാ മോളെ ഇത്? മോളെ എന്തെങ്കിലും കഴിക്കണ്ടേടി? വന്നവിടെ ഇരുന്നാ മതി അമ്മ. എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. ശരീരം മുഴുവൻ വിറങ്ങലിച്ച് മരവച്ചിരിക്കുക. ഒരു വറ്റ് പോലും എനിക്ക് നിറക്കാൻ പറ്റില്ല. എന്റെ പാതിയാണ് വിഷ്ണുവേട്ടനെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷെ എനിക്ക് തെറ്റി. എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാണോ? ഞാൻ എങ്ങനെ അമ്മ ഇതൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്ത? അമ്മയ്ക്കറിയില്ല മോളെ. ഒരുപാട് ജീവിതാനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അമ്മ ഒരു കാര്യം പറയട്ടെ. എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാണോന്ന് എന്നോട് മോളിപ്പോ ചോദിച്ചില്ലേ? അതിനൊരു ഉത്തരം തരാൻ അമ്മയ്ക്കാവില്ല. പക്ഷെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ചെറിയൊരു കരട് വീണാ പോലും അത് വലിയൊരു കനല. നമ്മളെ നീറി നീറി ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു കനല്. വിഷ്ണുവിന്റെ മനസ്സില് അങ്ങനെ ഒരു കനല് വീണു കഴിഞ്ഞു. സ്വിച്ച് ഓഫ് ആണല്ലോ. ഈ അച്ഛന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ. ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് നിനക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മോളെ? ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ലല്ലോ അമ്മ. ശ്യാമയ്ക്കൊരു ജീവിതം ഉണ്ടാവാൻ സത്യയുടെ മനസ്സ് കൈവിട്ട് പോവാതിരിക്കാൻ. അവസാനം എല്ലാം എനിക്ക് തന്നെ തിരിച്ചടിയായി വന്നില്ലേ മോളെ? പക്ഷെ ഒരവസാന ശ്രമം കൂടി ഞാൻ നടത്തി നോക്കും. അതും കൂടി കൈവിട്ടു പോയോ മോളെ? നദിയോടും ദൂരം അലയാഴിയെ പുൽകവേ ജീവന്റെ പൊൻവീണയേതേതോ മൗനം തിരഞ്ഞെന്തിനോ മോഹങ്ങൾ മൂളുന്ന രാഗങ്ങൾ മുറിയുന്നോ സത്യയുടെ അച്ഛൻ. ആരായിരിക്കും അത്? ഇങ്ങനൊരാളെക്കുറിച്ച് ശാലിനി ഇതുവരെ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഡൽഹിയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഉണ്ടായിരുന്ന പരിചയമില്ലായിരിക്കോ? അതോ ഇനി ശാലിനിയുടെ കഥകൾ കേട്ട് അവളെ സഹായിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കോ? ആരാണെങ്കിലും അത് സത്യയുടെ അച്ഛനാണ്. ഇതുവരെയുള്ള എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ എന്താണോ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചത് ആ ഒരാളാ എൻ്റെ മുന്നിലൂടെ സത്യം പിന്നിലിരുത്തി പോയത്. ഇതിലെന്തെങ്കിലും സത്യം കാണോ? അല്ലാതെ ഏതെങ്കിലും ഒരാള് ഞാനാണ് സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞ് വരില്ലല്ലോ. ആലോചിക്കുമ്പോൾ തലയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുക. സ്വന്തം ഒന്ന് കരുതി അഹങ്കരിച്ചിരുന്നതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട്
മറ്റൊരാളുടേതായി മാറുകയാണോ? അതാരാണെന്നറിയണം. ഇവരൊരുമിച്ചാണോ ഡൽഹിയിൽ താമസിച്ചിരുന്നെന്ന് അറിയണം. ഷാലിയ, താൻ എന്നിൽ നിന്നും അകലുകയാണോ? എന്നോട് കാണിച്ചിരുന്ന അകൽച്ചയല്ല, അത് ഇവൻ വരുന്നോണ്ടായിരുന്നോ? ആര് വന്നാലും നിന്നാലും തന്നെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിപ്പോഴും നിന്റെ വിശ്വാസമാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലടോ.